ശരിക്കും പറഞ്ഞാൽ മറ്റു പുറത്തൊരു തിയേറ്റർ കാണുന്നതിലും സൗണ്ട് എഫക്റ്റോടെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് സിനി ഗാലക്സി ഗ്ലോബൽ ഓരോ 3D ഇത്രയും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഈ സിനി ഗാലക്സി ഗ്ലോബലിനെ നമുക്കൊരു തിയേറ്റർ കൺസെപ്റ്റിൽ പ്ലാൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരെ സമീപിക്കാം. സിനി ഗാലക്സി ഗ്ലോബൽ, ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. ഞങ്ങളുടെ വീട്ടിലും തിയേറ്റർ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ ആക്കി തന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും. ഓൾ ടീം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലായിലുള്ള സജിത് സാറിന്റെ വീട്ടിലെ ഹോം തിയേറ്റർ വിസിറ്റ് ചെയ്യാനാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിനി ഗാലക്സി ഗ്ലോബൽ. ഇവിടുത്തെ സ്ക്രീൻ വരുന്നത് 4K അക്കോസ്റ്റിക് ആണ്. അതോടൊപ്പം ഫ്രണ്ട് സ്റ്റേജ് സ്പീക്കേഴ്സ് ഫുൾ ബിഹൈൻഡ് ദ സ്ക്രീൻ ആണ്. വ്യൂസോണിക്കിന്റെ 4K പ്രൊജക്ടറും AVR Denon 3800 ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് സജി ജോസ് എന്നാണ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഈ സിനിമ വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട്. കാരണം പണ്ട് മുതലേ ഞാൻ ഒരുപാട് സിനിമ കാണുമായിരുന്നു. വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പിന്നീട് ആലോചിച്ച് വീട് പണിയുമ്പോൾ എന്തായാലും ഒരു ചെറിയ തിയേറ്റർ വയ്ക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ 5 വർഷമായിട്ട് ഈ വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കി. 5 വർഷം മുമ്പ് തന്നെ അതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് സിനി ഗാലക്സി ഗ്ലോബലിനെ പറ്റി അറിയാനിടയുണ്ടായി. അപ്പം അദ്ദേഹം എന്നോട് തിയേറ്ററിൻ്റെ കാര്യങ്ങൾ, തിയേറ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിന് സാഹചര്യങ്ങൾ, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചു. അതിനുള്ള സ്ട്രക്ചർ ചെയ്തു വെച്ചു. അതിനുശേഷം കണ്ണൻ ഇവിടെ വരികയും അതിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും കണ്ണൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്താലേ എൻ്റെ സൗണ്ട് എഫക്റ്റ് ഉണ്ടാവുള്ളൂ എന്നെല്ലാം പറഞ്ഞ് അത് വളരെ നന്നായിട്ട് തന്നെ എനിക്ക് ചെയ്തു തന്നു. ഞാനത് ശേഷം ഇത് തിയേറ്റർ വർക്കെല്ലാം കഴിഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റു പുറത്തൊരു തിയേറ്റർ കാണുന്നതിലും സൗണ്ട് എഫക്റ്റോടെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാനും കാണാനും പറ്റുന്നുണ്ട്. ഇതൊരു L ഷേപ്ഡ് റൂം ആയിരുന്നു. അത് പാർട്ടീഷൻ ചെയ്തപ്പോൾ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടി. ആ സ്റ്റോറേജ് സ്പേസിലാണ് എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ സൈസ് വരുന്നത് 133 ഇഞ്ചും സ്പീക്കർ സിസ്റ്റം ഫൈൻ ഓഡിയോയുമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൗണ്ട് ഫോർമാറ്റിൽ ഒന്നായ ഓറ 3D സ്പീക്കർ കോൺഫിഗറേഷനിലാണ് സിനി ഗാലക്സി ഗ്ലോബൽ ഈ ഹോം തിയേറ്ററിനെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. ഈ തിയേറ്ററിന്റെ ചെയറും കാർപ്പറ്റ്സും നിങ്ങൾ ശ്രദ്ധിച്ചോ? തിയേറ്ററിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ചെയർസും കാർപ്പറ്റ്സും ആണ് ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ തിയേറ്റേഴ്സിലൊക്കെ കാണുന്ന പോലത്തെ സ്റ്റെപ്പ് ലൈറ്റ്സും ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സാധാരണ ഹോം തിയേറ്റേഴ്സിന് മെയിൻ ലിസണിംഗ് പോയിന്റ്സിലായിരിക്കും ചെയർസ് അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം പാസേജിൻ്റെ ഇരുവശങ്ങളിലേക്കുമായിട്ടാണ് ചെയർസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നോട് പറഞ്ഞിരുന്നത് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒരു പ്രത്യേക അറേഞ്ച്മെൻ്റാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എൻ്റെ കൺസെപ്റ്റിൽ സാധാരണ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പം സെൻറ്ററിൽ കൂടെ ലൈന് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോകുന്നു. അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തതും. അങ്ങനെ വളരെ നിർബന്ധിച്ചാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത്. പറഞ്ഞൊരു രീതി ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി സൗണ്ട് എഫക്റ്റ് കിട്ടിയേനെ, അതെനിക്കറിയാം. പക്ഷേ എൻ്റെ ആ കാഴ്ചപ്പാടിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആ തിയേറ്ററിൽ
രീതിയിൽ തന്നെ അത് ചെയ്തു വെച്ചത്. ഞാൻ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ സിനി ഗാലക്സി ഗ്ലോബലിനെ നമുക്കൊരു തിയേറ്റർ കൺസെപ്റ്റിൽ പ്ലാൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരെ സമീപിക്കാം. കാരണം അവർ ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് ചെയ്തു തരും. ആ കാര്യത്തിൽ നിന്ന് 100% ഗ്യാരണ്ടിയാണ്. ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡുമാണ്. ഇതിന്റെ സീലിംഗ് ഗാലക്സി സ്റ്റാർ ലൈറ്റ് കൊണ്ട് ഭംഗിയാക്കിയിരിക്കുന്നു. ഇന്നത്തെ ഹോം തിയേറ്റർ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായി എന്തുകൊണ്ടാണ് സിനി ഗാലക്സി ഗ്ലോബൽ ഓരോ 3D ഇത്രയും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണ്ടേ? സാധാരണ ഡോൾബി അറ്റ്മോസ് സിനിമകളിൽ 10% മുതൽ 20% വരെയാണ് ഡോൾബി അറ്റ്മോസ് കണ്ടന്റ് നമുക്ക് ശ്രവ്യമാകുന്നത്. അതേസമയം ഓരോ 3D സ്പീക്കർ കോൺഫിഗറേഷനുള്ള തിയേറ്റേഴ്സിൽ 60 മുതൽ 70% വരെ അപ്മിക്സ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓരോ 3D ഹോം തിയേറ്റർ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു ഹോം തിയേറ്റർ എക്സ്പീരിയൻസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.